എല്ലാം മുകളിൽ ഒരാൾ കാണുന്നുണ്ട് പറഞ്ഞിട്ടേ എല്ലാ കാര്യങ്ങളും ഒരാൾ കാണുന്നുണ്ട്. കണ്ടോ ഈ എൻ്റെ നേരെ ഈ ഇങ്ങോട്ട് തിരിഞ്ഞ മാതിരി ഒന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയോ. കണ്ടോ ഇപ്പം ഇന്നെ നോക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മാത്രം മനസ്സിലാക്കുമോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ കൂളിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണം. എന്താ വെച്ചാൽ ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലെ ചെനക്കത്തൂര് ഞാൻ പറഞ്ഞേ ചെനക്കത്തൂര് പൂരപ്പറമ്പിലാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എൻ്റെ പഴയ കോളേജിലാണ്. ഹൈദർ അലി കോട്ടൊക്കെ ഇട്ട് മേഡത്തിന്റെ ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങളെ ആരും മറക്കൂല. നമ്മളെ ആദ്യത്തെ മുതലല്ലേ, കളയാൻ പറ്റുമോ? ഏയ് എടാ ഐസ്ക്രീം വാങ്ങിയേക്കണോ ഇപ്പൊ തന്നെ? പതിമൂന്ന് കൊല്ലായി ഞങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിട്ട്. തലയൊക്കെ നിറച്ചു കാണാണ്ടിരിക്കാണ് തൊപ്പി വെച്ചത്. ഇവ ഇടക്കിടക്ക് വിളിക്കും, എന്നിട്ട് പറയും ഗെറ്റ് ടുഗദർ വെക്കി. എന്താ ഈ പറഞ്ഞ് കമന്റ് പറയേ. ഇതാ മൊട്ടത്തലേന്ന് വരുന്നു. ഇയാണോ എന്നെ വിളിക്കണേ? ഇതായിരുന്നു ഞങ്ങളുടെ കോളേജിലെ ചെയർമാൻ. അന്തേ നരച്ച മുടി അറിയാതിരിക്കാൻ മൊട്ട അടിച്ചിറക്കാണ് ഇവൻ. ഇതെന്തിനാ മൊട്ട അടിച്ചിരിക്കണ അറിയോ? എന്തിനാ? നരച്ച മുടി അറിയാണ്ടിരിക്കാൻ ഇവിടെ വരുമ്പോ എപ്പോഴും യങ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. കഴിഞ്ഞ ആഴ്ച മൊട്ട അടിച്ചിട്ടാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തതിന് ശേഷം മൊട്ട അടിച്ചവനവൻ. ആ ഞാനും വന്നില്ല. ഇവന്റെ കല്യാണത്തിന് ഞാനും പോയില്ല. ഞാൻ ആ സമയത്ത് വേറെ എവിടെ ആയിട്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ചെല്ലാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരാള് രണ്ടില്, മറ്റേ വൈഫ് നാട്ടിലാണ് ജോലി. ഞാൻ പബ്ലിക്കേഷൻ നാട്ടിൽ തന്നെയാണ്. പാലക്കാട് കുട്ടികൾ ഒരാള് രണ്ടില്. ഇതാണ് ഞാൻ പഠിച്ച കോളേജ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ മറ്റേ ഇതായി ഇവിടെ ഈ ബിൽഡിംഗ് ഒന്നും ഇല്ല. കണ്ടില്ലേ അവിടെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ. ഇതൊന്നും ഉണ്ടായിരുന്നില്ല വേണ്ട. കണ്ട ഫുള്ള് സെറ്റപ്പ്. പിന്നെ അവിടെ താഴത്തൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും പണ്ടുന്നില്ല. ഇവിടെയൊക്കെ ഞങ്ങൾ പന്തലിട്ടിട്ടാണ് പണ്ട് ഡാൻസ് കളിച്ചിരുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളാരും ലൈക്ക് അടിക്കാറില്ല. ഏയ് ഞാൻ വാഴക്കാവ് പോയിട്ടില്ല. അത് വെറുതെ പറയാം കേട്ടോ. ചെനക്കത്തൂർക്കാവിലെത്തിന്ന് വരും 2 ദിവസം കഴിഞ്ഞ. ആരെന്നെ? വീട്ടിലെ കുട്ടികളെന്നെ പഠിപ്പിക്കുന്ന കാര്യമില്ലേ പറഞ്ഞേ? ആരെന്നെ? കുട്ടികളെന്നല്ലേ? ആ, ഏത് ഡിഗ്രി സ്റ്റുഡൻസ്? ഷൊർണൂരോ? ആ പറ. എന്റെ വീട്ടില് 2 വയസ്സേ കുട്ടിയെ പഠിപ്പിച്ച കാര്യമില്ല പറഞ്ഞ്. ചെറുപ്പളശ്ശേരി സ്കൂളുണ്ടാന്ന്. ഇവരൊക്കെ വൈകുന്നേരം വന്ന് റിസപ്ഷന്. നമ്മള് രാവിലെ പോയി അന്നെ പ്രധാനം മുണ്ടെടുക്കുന്ന ഫോട്ടോ വരെ എൻ്റെ കിടക്കുന്നുണ്ട്. അത് മറ്റേ കമ്പ്യൂട്ടറിലാ. എന്റെ വാഴ തള്ളിയിടല് ഗുളിക എന്റെ വീട്ടിൽ വന്നിട്ടുള്ള വാഴ തള്ളിയിടല് എങ്ങനെയുണ്ട്? ഏതാ സാധനം യഥാർത്ഥ പറയാൻ വോടുക്ക? ഏയ് അല്ല, ഫൈനൽ ഇയറില് എന്റെ വീട്ടില് കൂടിയത്. ആ ഇജ്ജ് ഉണ്ടാക്കിയത് സെക്കൻഡ് ഇയറില്. എന്നിട്ട് പോരുമ്പോ മറ്റേ പോലീസൊക്കെ പിടിച്ച ഓർമ്മ ഉണ്ടോ? ത്രിപിൾസ് വെച്ച് പോകാറിട്ട് ആണ് കാർമൽ സ്കൂളിന്റെ അവിടുന്ന്.
എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ സലീമിൻ്റെ ബൈക്കിൽ എന്നിട്ട് പറഞ്ഞില്ലേ രണ്ടാൾ ബസ്സിൽ കയറി പോരാ ത്രിപിൾസ് വെച്ച് പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് പോലീസ് പിടിച്ചു. വാ നടക്ക്. അടിയൊക്കെ പടി ഉണ്ടായിട്ടുണ്ട്. പൈപ്പ് കൈകാൻ പോണ സമയമാണ്. അത് ശരിയാ. ഫൈനലേഴ്സ് അത് നമ്മള് ചോറിനാലും എപ്പോഴും അവിടെ ഇക്കുള്ള ചോറും പെരാ കൊണ്ടിരില്ലേ കൂളിങ്. അവിടെ നോക്കുമ്പോണ്ട് ശരത്തും വരെ കൊണ്ട് പൊന്തേലും ഞാനുണ്ടാവും. ഞങ്ങളെ അദ്ദേഹം ഓടിപ്പോയിട്ട് പാറപ്പുറത്ത് കൂടെ അങ്ങനെ പോയിട്ട് അദ്ദേഹം വന്നിട്ട് അവിടെ വിളിച്ചിരിക്കുക പൊന്തേല്. എന്ത് കുളിക്കാതല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ കോളേജിൽ നിന്ന് വന്ന ആൾക്കാരും നമ്മുടെ സാറുമാരും ടീച്ചർമാരും എല്ലാവരും. ആരിലെടുത്തുണ്ടോ? അത് കിട്ടിക്കോളും. ഓർമ്മ അതേമാതിരി തന്നെ കിട്ടും. എന്താണ് ഇതാ ആര് കഴിച്ചാൽ പിന്നെ ബന്ധമില്ല. ഞാൻ കഴിച്ചു. അല്ലാണ്ട് ആരും തരുമ്പോ ഇത് വാങ്ങാണ്ടിരിക്കുന്ന മോശമല്ലേ. ഷുഗറാവും തരാം. എല്ലാവരും സന്തോഷത്തിലാണ്. സന്തോഷമുണ്ട്. രണ്ടു വാക്ക് ഔപചാരികത ആവശ്യമില്ലല്ലോ. കുറെ കാലങ്ങൾ 2010 AMC കോളേജിൽ എന്ത് ആർട്സോ സ്പോർട്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള അക്കാഡമിക്സോ ഒക്കെ ആയി കഴിഞ്ഞാലും ഏറ്റവും ഫസ്റ്റ് ഓർമ്മിക്കുന്ന ഒരു ഇയർ 2013. അത് എന്തുകൊണ്ടാണ് അറിയില്ല. അന്നത്തെ നമ്മുടെ ഒരു രാമായണം ആർട്സ് അത് എന്തൊരു മെമ്മറിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. രാമായണം ജിമ്മൊക്കെ ആ വർഷം എടാ അടുത്ത ഇത് അത്ര ഓർമ്മിക്കാനുള്ള ദൈവം നടത്താനും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധികം സംസാരിക്കുന്നൊന്നുമില്ല, വാചാലനാവുന്നൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതിന് ഞങ്ങള് 13 കൊല്ലം കഴിഞ്ഞ് വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഫാമിലി ആയിട്ട് വരാത്തത്. പിന്നെ കുറെ ടീച്ചേഴ്സുള്ള രീതിയിൽ ഇപ്പൊ എനിക്കും പൈസാറിന് കുറെ ഓർമ്മകൾ. ഞാൻ ഗോവയ്ക്ക് പോയപ്പോഴേക്കും കുറെ ഓർമ്മകൾ ഞാനും പൈസാറ് അധികം വീട്ടിലേക്കൊക്കെ പോവാറ്. അപ്പൊ അങ്ങനെ പോയപ്പോൾ പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ പോയി ആ ട്രിപ്പും അതേപോലെ എല്ലാ കാര്യം ഇപ്പൊ രാജകലേഷനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളും ഇതേപോലെ ഞങ്ങളെ അന്നത്തെ ഫാമിലി ഞങ്ങളുടെ നിവർത്തിപ്പോ നിങ്ങളുടെ നല്ല ഓർമ്മ
അത്രയും നല്ലൊരു ഇമ്പാക്ട് ഇന്നൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇത് ഫാഷൻ ഷോ പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ജനറേഷൻ ഞങ്ങളെ ഒരു കുറച്ചൊരു ഡിസ്റ്റൻസ് നമ്മളങ്ങനെ ചെലുത്താലും കുട്ടികൾക്ക് നമ്മുടെ അടുത്തേക്ക് നിങ്ങളങ്ങനെയല്ല നിങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ഭയങ്കരമായിട്ട് അപ്പോൾ വൈകുന്നേരമൊക്കെ 3:30 കോളേജിൽ പോയിട്ടാലും ഞാനും സുഖമായിട്ട് പറയുന്ന സമയത്ത് ചട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആരോഗ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ അതേപോലെ തന്നെ എല്ലാ പ്രോഗ്രാമും തമിഴ്നാട് നമ്മുടെ ചിക്കനൊക്കെ വാങ്ങി ഇതൊന്നും അങ്ങനെ ഇല്ല ഫുൾ റെഡിമെയ്ഡാണ് എന്നാൽ ആർക്കും സമയമില്ല ഇപ്പോൾ ക്ലാസ് പോയാൽ തന്നെ മൊബൈലിൽ ഫുൾ ഗെയിം നമുക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഗുണങ്ങൾ ദോഷമുണ്ട് അങ്ങനെ ഒരു മൊബൈലിൻ്റെ സോഴ്സ് സാറ് എല്ലാവരും പറഞ്ഞ നമ്മുടെ ഒരു വലിയൊരു ഗ്രാൻഡ് ആക്കുക എല്ലാ ബാച്ചിനും ഒന്നിച്ച് കൊണ്ടുവരിക ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് വലിയൊരു ആക്ടിവിറ്റി വയ്ക്കുക നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങൾ മറക്കാതെ ഒരു ഫാമിലി നമ്മളൊരു ഫാമിലിയാണ് നമ്മളൊന്നും പോണില്ല ഇടകിരിക്ക് ഇതാണ് ഫോട്ടോയിലുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട് എന്നാ എടുക്ക് യോ യോ അഡ്വക്കേറ്റ് വിളിക്കുന്നു ആ ആകെ വന്ന രണ്ട് നമ്മുടെ സഹപാഠികളാണ് ആതിര ആൻഡ് പ്രിയ. കട്ട് ചെയ്തു. അങ്ങനെ പഴയ കുട്ടികള് ഗംഭീരമായിട്ടുള്ള പഴയ ഭക്ഷണം സുഭിക്ഷമാണ്. നാളെ ചെനക്കത്തൊരു പൂരല്ലേ, എന്നാലും തല്ല അതിനൊക്കെ നന്നായിട്ട് അതുപോലെ ഇന്നലെ പോയി പോന്നു. അത് നന്നായി, സൂപ്പർ. ഇതെന്താ, എങ്ങനെയുണ്ട് ബിരിയാണി? നന്നായിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ പ്രിയ എങ്ങനെയുണ്ട്? എന്ത് എല്ലാം നന്നായിട്ടുണ്ട്. ഈ ബിരിയാണിയാണ് നന്നായിട്ട് വരണത്, പരിപാടിയാണ് നന്നായിട്ട് വരണത്. നമ്മൾ കുറച്ച് വീട്ടിൽ കൂടിയില്ലേ അന്നത്തെ സൂരജിന്റെ കഥ പറഞ്ഞു കൊടുക്ക്. അത് ഇങ്ങോട്ട് പോയി ഇന്ന് കൂട്ടിയില്ലോ. ആ ബാലി പോയതിന്റെ കഥ ഒന്നും പറയണ്ട, ബാലപാഠം അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങള് കൊറേ കാലം വേറെ എവിടെ പഠിക്കാൻ പോയില്ലേ?
പഠിപ്പിക്കാനാ പോയത് പഠിക്കാനാ പോയത് ചോദിക്കണം മാലദ്വീപ്സ് എന്ത് പോന്ന് അവിടുന്ന് ആരെ ആട്ടി വിട്ടു ഞങ്ങൾ ഇവിടുന്ന് ആർക്കും സെൻഡ് ഓഫ് കൊടുക്കാറില്ല. ഒരാൾക്ക് മാത്രം ഞങ്ങൾ പെട്ടിയൊക്കെ വാങ്ങിയിട്ട് കൊടുത്തു വിട്ടു. അതേ പെട്ടിയായിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു പിന്നെ പഠനം പഠിപ്പിക്കാൻ അല്ല എന്ത് സംഭവിച്ചത് ആക്ച്വലി 3 വർഷം ഞാൻ മാലദ്വീപ്സിൽ പോയി അതായിട്ട് ഒരു 2 വർഷം ഞാൻ ഖത്തറിലും പോയി അപ്പൊ ഇവിടെ കാര്യങ്ങളൊന്നും നടക്കണില്ല കുട്ടികളൊക്കെ കാര്യങ്ങൾ എന്താണ് പഠിപ്പിക്കാൻ പിള്ളേർ എന്നാ മാലദ്വീപ്സിൽ പഠിപ്പിക്കാൻ കുട്ടികളില്ലേ അതുകൊണ്ടല്ല എന്നെ ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുക സാർ ഒന്ന് അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കോളേജിലെ പരിപാടി എൻഡായി. അപ്പൊ ഇത്ര ഉണ്ടാകുന്നുള്ളൂ കോളേജിലെ പരിപാടി. അപ്പൊ എല്ലാരും ഓക്കെ ബൈ. മേഡം ഒരു ബൈ പറയും. പണ്ട് മനുഷ്യര് എടുത്ത ഫോട്ടോസ് ഇപ്പോഴും കടന്ന് തിരിയുണ്ട് മറ്റേ അത് ഇട്ടൊക്കെ ഞാനാണ് ഫോട്ടോസ് ഇജ്ജ് മാത്രല്ല